ഹലോ, ചാപ്റ്റർ 1 ചിടിയ കാ ഗീത്. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് നമുക്ക് നോക്കാം. വളരെ വലിയ എക്സസൈസ് ആയതുകൊണ്ട് നമ്മൾ സ്പീഡിലായിരിക്കും പോകുന്നത്. ഫസ്റ്റ്, बातचीत के लिए पशु पक्षियों के लिए घर आवश्यक है या नहीं, कारण भी बताइए. പശു പക്ഷിയും ജീവജാലങ്ങൾക്ക്, ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ ഘർ, അവരുടെ വീട് അത്യാവശ്യമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കാരണവും പറയണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബേർഡ്സിനും ആനിമൽസിനും വീട് വേണോ? നമുക്ക് വീട് വേണം അല്ലേ? അപ്പോൾ അവർക്കും വീട് ആവശ്യമാണ്. ഹാ, പശു പക്ഷിയും കെ ലിയേ ഘർ ആവശ്യക് ഹേ. ആവശ്യം ആണോ എന്നാണ് ഫസ്റ്റ് പോർഷൻ ക്വസ്റ്റ്യനിലുള്ളത്. ആവശ്യക് ഹേ യാ നഹി. അവിടം വരെയുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഹാ ആവശ്യക് ഹേ അത്ര എഴുതിയാലും മതി. ഇല്ലെങ്കിൽ ഫുൾ സെന്റൻസിൽ ഹാ പശു പക്ഷിയും കെ ലിയേ ഘർ ആവശ്യക് ഹേ. ഇനി കാരൺ ബി ബതായേ, റീസൺ പറയണം. അപ്പൊ ആ റീസൺ ആണ് നെക്സ്റ്റ് ലൈന്. क्योंकि यह उन्हें सुरक्षा, आराम और अपने बच्चों को पालने का स्थान देता है. അത് അവർക്ക് സുരക്ഷിതമായിട്ട്, അവരെ സേഫ് ആയിട്ടും, പിന്നെ അവർക്ക് റെസ്റ്റ് എടുക്കാനും, പിന്നെ അവരുടെ കുട്ടികളെ മുട്ടയിട്ട് വളർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ലാതെ വേറൊരു സെന്റൻസ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ എഴുതാം. ഇല്ലെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ സെന്റൻസിന് പകരം ഘോസ്ല പക്ഷിയോं को बारिश, ठंड और शिकारियों से बचाता है. പക്ഷികളെ മഴയിൽ നിന്നും, വെയിലിൽ നിന്നും, തണുപ്പിൽ നിന്നും, പിന്നെ അതിൻ്റെ പ്രെഡേറ്റേഴ്സോ അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ വരുന്ന ആളുകളിൽ നിന്നോ അതിനെ രക്ഷിക്കും. ഇത് മുഴുവനായിട്ട് എഴുതണം എന്നില്ല. അത് ഓരോ ഡിവിഷനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന പോലെ എഴുതുക. ഓക്കെ. സെക്കൻഡ് വൺ, आपके परिवार के सदस्य घर से बाहर क्यों जाते हैं? നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തൊക്കെ പോവാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മേരെ പരിവാർ കെ സദസ്യ കാം കർനെ, ജോലി ചെയ്യാനും, സ്കൂൾ ജാനെ, സ്കൂളിൽ പോകാനും, യാ അല്ലെങ്കിൽ ദോസ്തോ സേ മിൽനെ കെ ലിയേ ഘർ സേ ബാഹർ ജാത്തെ ഹേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോവാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ, जब परिवार के सदस्य बाहर जाते हैं या बाहर से आते हैं तो आपको कैसा लगता है और क्यों? നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് തിരിച്ചു വരുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നാറുള്ളത്? എന്തുകൊണ്ടാണ്? जब वे बाहर जाते हैं तो मुझे थोड़ा उदासी होती है. എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ വരും. लेकिन जब वे वापस आते हैं तो मैं बहुत खुश होता हूँ और बहुत खुश होती हूँ. ഗേൾസ് ആണെങ്കിൽ होती हूँ, ബോയ്സ് ആണെങ്കിൽ होता हूँ. അപ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നുന്നില്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നാറില്ല എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ ഒരു ഡിസ്കഷൻ ബേസ്ഡ് ആണ്. ഇതൊന്നും ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല. ഓക്കെ. നെക്സ്റ്റ്, जब कोई अतिथि आपके घर आता है या आप किसी संबंधी के यहाँ जाते हैं तो आपको कैसा लगता है? നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യാറ്? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പം അതങ്ങനെ തന്നെ എഴുതാം. ഫോർ എക്സാമ്പിൾ, മുझे, എനിക്ക്, അതിഥിയോं के आने पर, ഗസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ട് बहुत अच्छा लगता है, അവർ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. बहुत अच्छा लगता है. क्योंकि because हम साथ में बातें करते हैं और मस्ती करते हैं. നമ്മൾ അവരുമായിട്ട് നന്നായി സംസാരിക്കാറും എൻജോയ് ചെയ്യാറും ഒക്കെയുണ്ട്. നെക്സ്റ്റ്, क्या आपको लगता है कि पक्षियों की तरह हम भी धीरे धीरे बड़े होते हैं और फिर उनकी तरह ही संसार देखते हैं? अपने अनुभव साझा कीजिए. നിങ്ങൾ ഇതൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാ. പക്ഷി ചെറുതായി ചെറുതായി വളർന്ന് വലുതായി വന്നത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെയാണോ നമ്മൾ മനുഷ്യന്മാരും വലുതാവുന്നത്? പിന്നെ അവരെ പോലെ നമ്മളും ഈ ലോകമൊക്കെ വലുതായി കാണാൻ തുടങ്ങുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അനുഭവം? हाँ,
പക്ഷിयों की तरह हम भी धीरे धीरे बड़े होते हैं. കറക്റ്റ് ആണ്. പക്ഷിയോं की तरह നമ്മളും ധീരെ ധീരെ സ്ലോലി വലുതായിക്കൊണ്ടിരിക്കും. പെഹലെ ഹം ചോട്ടെ ഹോത്തെ ഹേ, മുമ്പ് നമ്മൾ ചെറുതായിരിക്കും. ഫിർ സീഖ്തേ ഹേ, പിന്നെ പല പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓർ ദുനിയാ കോ സമജ്തേ ഹേ, പിന്നെ ഈ ചുറ്റുമുള്ള ലോകത്തിനെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കും. ജേസെ ചിടിയാനെ ഘോസ്ലെ സെ ബാഹർ നികർക്കർ സംസാർ കോ ദേഖാ. ഇത്രയും വലിയ സെന്റൻസ് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അതുപോലെ തോന്നാറുണ്ട്. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ. ഇപ്പം ഇവിടെ ജേസെ ചിടിയാനെ ഘോസ്ലെ സെ ബാഹർ നികൽക്കർ സംസാർ കോ ദേഖാ, അത് പക്ഷി ചെയ്ത പോലെ തന്നെ. അതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ വല്ല ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരെ മാത്രം പഠിച്ചാലും മതി. कविता की बात. नीचे दिए गए प्रश्नों में 4 विकल्प दिए गए हैं. प्रश्नों के उत्तर में 1 से अधिक विकल्प सही हो सकते हैं. ഇവിടെ ഒരു ക്വസ്റ്റ്യനും അതിന് കുറേ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഘോസ്ലെ സെ സംബന്ധിത് ഉപയുക്ത് വാക്യ കോ ചിഹ്നിത് കീജിയേ. ഇതിൽ ഒരു പക്ഷിയുടെ നെസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഏതൊക്കെയാണ്? ഘോസ്ല പക്ഷിയോं का घर होता है. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പക്ഷികളുടെ വീടാണ്. അതാണ് ഫസ്റ്റ് സെന്റൻസ്. ഘോസ്ല സൂഖേ തിൻകോ സെ ബനായാ ജാത്താ ഹേ. ഉണങ്ങിയ ചില്ലകളും പുല്ലും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷിയോं का घोंसला केवल पेड़ों पर होता है. പക്ഷികളുടെ കൂടുകൾ മരത്തിന് മുകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കുച്ച് പക്ഷിയോं का घोंसला हमारे घरों में भी होता है. കുറച്ച് പക്ഷികൾ നമ്മുടെ വീടുകളിലും കൂട് വെക്കാറുണ്ട്. ഇതിൽ ഏതൊക്കെയാ കറക്റ്റ്? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. घोंसला പക്ഷിयों का घर होता है. घोंसला सूखे तिनकों से बनाया जाता है, കറക്റ്റ് ആണ്. പക്ഷിയോं का घोंसला കേവൽ ഓൺലി ട്രീസിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ, അത് കറക്റ്റ് അല്ല. കുച്ച് പക്ഷിയോं का, കുറച്ച് പക്ഷികളുടെ വീടുകൾ നമ്മുടെ വീടുകളിലും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ്, कविता में अंडे जैसा था आकार का प्रयोग निम्नलिखित में से किसके लिए किया गया थे? ഈ കവിതയിൽ അണ്ട ജേസ ദ ആകാർ, ഷേപ്പ് ഓഫ് എൻ എഗ്, അങ്ങനെയുള്ളത് എന്തിനു വേണ്ടിയിട്ടുമാണ് ഉപയോഗിച്ചിരുന്നത്? ഏതിനു വേണ്ടിയിട്ടായിരുന്നു? സൻസാർ, ലോകത്തിനെയാണോ മുട്ട പോലെ വിചാരിച്ചത്? അല്ലെങ്കിൽ ആകാശ്, സ്കൈ ആണോ? ഘർ, അതിൻ്റെ വീടാണോ? ഘോസ്ല, അതിൻ്റെ കൂടാണോ? ആൻസർ ഇസ് ഘർ. അത് ആദ്യം തന്നെ ജനിച്ചു വന്നപ്പോൾ അതിൻ്റെ വീട് ഒരു മുട്ടയുടെ ഷേപ്പിലായിരുന്നു എന്നാണ് പറയുന്നത്. तब मैं यही समझती थी बस इतना सा ही है संसार. इस पंक्तियों में इतना सा का अर्थ है. ഞാൻ അപ്പം വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ ഈ ലോകം, അതായത് ഇത്നാസ, ഇതിന്റെ മീനിങ് എന്താണെന്നാ ചോദിക്കുന്നത്. ഇത്നാസ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബഹുത് ചോട്ട, ബഹുത് ബഡ അല്ല, ബഹുത് ബഡ എന്ന് പറഞ്ഞാൽ വളരെ വലുത്. ബഹുത് ലംബ, വളരെ നീളത്തിലുള്ളത്. രംഗ് ബിരംഗ, കളർഫുൾ, അതൊക്കെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. नीचे दी गई कविता की पंक्तियों का मिलान उनके नीचे दी गई उपयुक्त पंक्तियों से कीजिए. ഇത് നിങ്ങൾ കവിതയിൽ നോക്കിയാൽ മാത്രം മതി. ഓരോ ലൈൻസും, കവിതയിലുള്ള ഓരോ ലൈൻസും അതിനുശേഷം ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള സെന്റൻസ്, അതിനോട് ജസ്റ്റ് മാച്ച് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് കവിത പോയി നോക്കുക. ഫിർ മേരാ ഘർ ബനാ ഘോസ്ല സൂഖേ തിൻകോ സെ തയ്യാർ. അതിനുശേഷം എന്തായിരുന്നു? തബ് മേ യഹി സമജ്തി थी बस इतना सा ही है संसार. आखिर जब मैं आसमान में उड़ी दूर तक पंख पसार. അപ്പം അതിനുശേഷം തബി സമജ് മേ മേരി ആയാ ബഹുത് ബഡാ ഹേ യേ സംസാർ. അതുപോലെ ഈ രണ്ട് സെന്റൻസും അതിനുശേഷം തബ് മേ യഹി സമജ്തി थी बस इतना सा ही है संसार. सोचिए और लिखिए. ഇത് ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ സെന്റൻസുകളിൽ എഴുതാം. നമുക്കിവിടെ ഓരോരോ എക്സാമ്പിൾസ് നോക്കാം. ചിടിയാക്കോ യഹ് സംസാർ കബ് കബ് ചോട്ടാ ലഗാ. ചിടിയയ്ക്ക്, ഈ പക്ഷിക്ക് എപ്പോഴൊക്കെയാണ് ഈ ലോകം വളരെ ചെറുതാണെന്ന് തോന്നിയത്?
ഇത്രയും എഴുതി വെച്ചത് കണ്ട് ടെൻഷൻ ആവണ്ട. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ആണ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആ സമയത്ത് പക്ഷി എന്ത് രീതിയിലാണ് ചിന്തിച്ചത് എന്നുള്ളതാണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് മാത്രം നോക്കിയാൽ മതി. ചിടിയാക്കോ സൻസാർ 3 ബാർ ചോട്ടാ ലഗ. 3 പ്രാവശ്യം ഈ കവിതയിൽ ചെറുതായി തോന്നിയ പോലെ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? ഫസ്റ്റ്, അണ്ടേ കി ആകാർ ജൈസെ ഘർ മേ രഹത്തെ സമയ, മുട്ടയുടെ ഷേപ്പിലുള്ള വീട്ടിൻ്റെ ഉള്ളിൽ താമസിച്ച സമയത്ത്. ആ സമയത്ത് ഉസ്നെ സോച്ചാ കി ദുനിയ കേവൽ ഉസ്കാ ചോട്ടാ സാ ഘർ ഹേ, ഈ ലോകം ഇത്രയും ചെറുതാണെന്നാണ് പക്ഷി ആ സമയം വിചാരിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം, ഹരി ബരി നരം ശാഖാവും പർ ബൈഠത്തെ സമയ, ചെറിയ ചെറിയ ചില്ലകളിലേക്ക് ഇറങ്ങിയ സമയത്ത് ഉസേ ലഗാ കി ദുനിയ സിർഫ് പേടോം തക് ഹി സീമിത് ഹേ, അപ്പോൾ ചെറിയ പക്ഷി ചെറിയ ചില്ലകളിൽ താമസിച്ചിരുന്ന സമയത്ത്. പിന്നെയോ സൂഖേ തിൻകോ സേ ബനെ ഘോസ്ലെ മേ രഹത്തെ സമയ, ഉണങ്ങിയ കൊമ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ നെസ്റ്റിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്ന സമയത്തും അതിന് ലോകം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിരുന്നു. അപ്പം ഇതാണ് 3 സമയം ഈ ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ്, सूखे आकाश में उड़ते समय चिड़िया ने क्या देखा होगा जिससे उसे लगा कि संसार बहुत बड़ा है. ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്, ഖുലേ ആകാശ്, ആകാശത്തിലേക്ക് ഓപ്പൺ സ്കൈയിലേക്ക് പറന്നു തുടങ്ങിയ സമയത്ത് പക്ഷിക്ക് ഇത്ര വലുതാണോ ലോകം എന്ന് തോന്നിയെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ എന്താന്ന് വെച്ചാൽ, പക്ഷി എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? എന്തൊക്കെ കണ്ടപ്പോഴായിരിക്കും പക്ഷിക്ക് ലോകം വളരെ വലുതായിട്ട് തോന്നിയത്? എന്തൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എഴുതണ്ട. ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എഴുതാൻ പറ്റുന്നത്, അതൊക്കെ പഠിക്കാം. ഊഞ്ചേ പഹാഡ്, വളരെ വലിയ മൗണ്ടെയിൻസ്. നീല സമുദ്ര, ബ്ലൂ ഓഷ്യൻ. ഹരേ ജംഗൽ, ഗ്രീൻ ഫോറസ്റ്റ്. ബഹത്തി നദിയാം, വളരെ വലിയ റിവേഴ്സ്. ഗാവ് കെ ഖേത്, ഗ്രാമത്തിലുള്ള കൃഷിയിടങ്ങൾ. ഊഞ്ചി ഹമാരത്തെ, വലിയ വലിയ ബിൽഡിങ്സ്. റെയിൽ ഗാഡിയാം, ട്രെയിൻസ്. അന്യ പക്ഷി, വേറെ പക്ഷികൾ. ബാദലോം കെ ബീച്ച് സൂരജ് കി റോഷ്നി, മേഘങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ പ്രകാശം. ഷാം കോ സുൻഹരി ധൂപ്. അങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതുക. നെക്സ്റ്റ്, प्राय सुबह शाम पक्षियों की चहचहाहट कलरव सुनाई देती है, ऐसा क्यों होता है? രാവിലെയും വൈകുന്നേരവുമാണ് നമ്മൾ കൂടുതലായിട്ട് പക്ഷികളുടെ സൗണ്ട് കേൾക്കാറ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പക്ഷികൾ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാം. അതുപോലെ ഒരു ഈവനിങ് ആവുമ്പോഴും. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ പക്ഷികളുടെയൊക്കെ ശബ്ദം ചെറുതായി കേൾക്കുക എന്നല്ലാതെ കൂട്ടമായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ കേൾക്കാറില്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? ക്യോങ്കി, ബിക്കോസ് വേ ദിൻ കി ശുരുവാത്, ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ഓർ അന്ത് മേ, അതുപോലെ തന്നെ എൻഡിലും, ഏക് ദൂസരേ സേ, തമ്മിൽ സംവാദ് കർത്തേ ഹേ, തമ്മിൽ സംസാരിക്കാറും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറും ഉണ്ടാകും. യാ അപ്നെ ഘോസ്ലേ മേ ലോട്ട്നെ കാ സങ്കേത് ദേത്തേ ഹേ, നമ്മൾ വൈകുന്നേരം ആകുമ്പം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുള്ള സിഗ്നലൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പം അങ്ങനെ അവർ രാവിലെ എഴുന്നേൽക്കുന്നതും വൈകുന്നേരം തിരിച്ച് കൂട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ റീസൺ. समझ और अनुभव. जब कोई शिशु चिड़िया घोंसले से बाहर आती है तो उसे लगता है कि संसार बहुत बड़ा है. ഏതെങ്കിലും ചെറിയ പക്ഷി കൂടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ അതിന് ഈ ലോകം വളരെ വലുതായിട്ടാണ് തോന്നുക. क्या आपको भी घर से बाहर निकलते समय ऐसा ही अनुभव होता है और क्यों? കുഞ്ഞി പക്ഷികൾ പുറത്ത് വരുമ്പോൾ തോന്നും പോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഈ ലോകം വളരെ വലുതാണെന്ന് തോന്നാറുണ്ടോ? എന്താണ് അതിൻ്റെ കാരണം? ഇതൊക്കെ നിങ്ങൾ സ്വന്തമായ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. ഇതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആൻസർ ഇവിടെ എഴുതി തരാൻ പറ്റില്ല. എന്നാലും ഒരു എക്സാമ്പിൾ പോലെ ഒരു ചെറിയ ആൻസർ നോക്കാം.
हाँ, जब मैं पहली बार बाहर गया, ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് तो सब कुछ नया और बड़ा लगा. എല്ലാം പുതിയതും വലുതുമായി തോന്നി. मुझे थोड़ा डर भी लगा था. എനിക്ക് കുറച്ച് പേടിയുമായിരുന്നു. और मजा भी आया. പിന്നെ എനിക്കതൊക്കെ എൻജോയ് ചെയ്യാനും പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. एक शिशु पक्षी की तरह आप भी धीरे धीरे बड़े हो रही है. ചെറിയ പക്ഷികൾ വലുതാവും പോലെ നിങ്ങൾ ഓരോരുത്തരും സ്ലോലി വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അബ് തക് ആപ് മേ ബി കൈ പരിവർത്തൻ ആയേ ഹേ. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലം മുതൽ നിങ്ങളുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. नीचे दिए गए शीर्षकों के अनुसार अपने अंदर आए परिवर्तनों को लिखिए. ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും മനസ്സിലും ഒക്കെ വന്ന മാറ്റങ്ങൾ നിങ്ങൾ എഴുതുക. നമുക്ക് വായിച്ചു നോക്കിയാലോ. ഫസ്റ്റ്, ശാരീരിക് പരിവർത്തൻ. നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഭയങ്കര ഹൈറ്റ് വെച്ചു, തടി വെച്ചു, എൻ്റെ കൈയൊക്കെ നീളം വെച്ചു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ഇനി രുചിയോമേ പരിവർത്തൻ. നിങ്ങളുടെ എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ്, മുമ്പുള്ള ഇൻട്രസ്റ്റും ഇപ്പം ഉള്ള ഇൻട്രസ്റ്റും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണുള്ളത്? അബ് മുझे കിതാബേം പഠന അച്ഛാ ലഗ്താ ഹേ. പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നില്ല, ഇപ്പം എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ മാറ്റമാണ് വന്നത് എന്നുള്ളത് പോലെയാണ് ഇതിൻ്റെ ഉത്തരം വരിക. അടുത്തത്, സമജ് മേ പരിവർത്തൻ. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, അതിലെന്തൊക്കെ വ്യത്യാസമാണ് വന്നത്? ഫോർ എക്സാമ്പിൾ, അബ് മേ ബാത്തേൻ ജൽദി സമജ് ജാത്താ ഹൂ. മുമ്പ് പോലെയല്ല, ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഖാൻ പാൻ മേ പരിവർത്തൻ. മുമ്പ് എന്തൊക്കെ ഫുഡായിരുന്നു ഇഷ്ടം, ഇപ്പം എന്തൊക്കെ ഫുഡാണ് ഇഷ്ടം? അബ് മേ സബ്ജിയാം ബി ഖാ ലേത്താ ഹൂ. മുമ്പ് വെജിറ്റബിൾസ് ഒക്കെ തരുമ്പോൾ അയ്യേ എനിക്ക് വേണ്ടാന്ന് പറയായിരുന്നു, ഇപ്പം എനിക്ക് അതും ഇഷ്ടമാണ്. ചിത്രകാരി. മുമ്പ് എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അത്ര അറിയില്ലായിരുന്നു, ഇപ്പം എനിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ പറ്റും. ഖേൽ. നിങ്ങളുടെ പ്ലേയിങ്, നിങ്ങളുടെ കളികളിൽ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്? അബ് മേ ബാഹർ കെ ഖേൽ ഖേൽത്താ ഹൂ. മുമ്പ് വീട്ടിലുള്ളിലിരുന്നിട്ട് ചെറിയ കളികളൊക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ പുറത്ത് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കാറുണ്ട്. ഗീത് സംഗീത്. പാട്ടുകളുടെ പറ്റി, മ്യൂസിക്കിനെ പറ്റിയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? അതുപോലെ പഠന ലിഖ്ന. പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ മുമ്പുണ്ടായിരുന്നത് പോലെയാണോ നിങ്ങൾ ഇപ്പോൾ എഴുതുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിരുന്നതും എഴുതിയിരുന്നതും ഓർമ്മയുണ്ടോ? അതുപോലെയാണോ നിങ്ങളിപ്പോൾ ചെയ്യാറ്? വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? നൃത്ത് ഓർ അഭിനയ്. ആക്ടിങ്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അപ്പോൾ അത്രയൊക്കെയാണ്. ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടേതായ രീതിയിലുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. पहले चिड़िया को लगता था कि यह संसार बहुत छोटा है, परंतु सच्चाई कुछ और ही थी. മുമ്പ് പക്ഷിക്ക് തോന്നുമായിരുന്നു ഈ ലോകം ചെറുതായിരുന്നു എന്ന്, പക്ഷെ സത്യം വേറൊന്നായിരുന്നു. ആക്ച്വലി അത് വളരെ വലുതായിരുന്നു. उस समय आपको कैसा लगा जब आपने इनमें से किसी एक को पहली बार देखा? ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും ആദ്യമായി നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് ഉണ്ടായിരുന്നത്? റെയിൽ ഗാഡി, ട്രെയിൻ, മോൾ. ഒരു മോളിൽ ആദ്യമായിട്ട് പോയപ്പോൾ, പഹാഡ്, വലിയൊരു മൗണ്ടെയിൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ, ജലയാൻ, ഒരു ഷിപ്പ് കണ്ടപ്പോൾ, 4 या 6 വീതിയോം വാലെ സടക്കേ, വലിയ 4 ലൈൻ 6 ലൈൻ റോഡുകളൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയത്? രേഗിസ്ഥാൻ യാ മരുസ്ഥൽ. ആദ്യമായിട്ടൊരു ഡെസേർട്ട് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഇതിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം എന്നില്ല. കണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തൊക്കെ ഫീലാണ് നിങ്ങൾക്ക് വന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. മെട്രോ ട്രെയിൻ, ഓഷ്യൻ, സമുദ്ര, വായുയാൻ, എയ്റോപ്ലെയിൻ, ജംഗൽ, ഫോറസ്റ്റ്, ഖേത്, പാടം, ഫീൽഡ്, നദി, റിവർ. അപ്പോൾ ഇതൊക്കെ ഓരോന്നും കണ്ടപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. चित्रों की भाषा. नीचे दिए गए चित्रों को ध्यान से देखिए. चित्र से मेल खाती कविता की कुछ पंक्तियां उदाहरण के रूप में दी गई है. अब कविता की उपयुक्त पंक्तियों से रिक्त स्थानों की पूर्ति कीजिए.
ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ചിത്രം കണ്ടില്ലേ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് റൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് പക്ഷി ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള സെന്റൻസ് ആണ്. ആങ്കിർ ജബ് മേ ആസ്മാൻ മേ ഉടി ദൂർ തക് പങ്ക് പസാർ തബി സമജ് മേ മേരി ആയ ബോത് ബഡാ ഹേ യേ സംസാർ. അപ്പൊ അതുപോലെ ഇവിടെ താഴെ കുഞ്ഞു മുട്ടയ്ക്കുള്ളിൽ പക്ഷി ഇരിക്കുന്ന സമയത്തുള്ള ലൈൻസ് ഏതായിരുന്നു? അത് കവിതയിൽ നോക്കി ഇവിടെ ഫിൽ ചെയ്യാം. सबसे पहले मेरी घर का अंडे जैसा था आकार, तब मैं ही समझती थी बस इतना सा ही है संसार. അനുമാൻ ഓർ കൽപ്പന. ഇതും ഓരോ ക്വസ്റ്റ്യനും അതിന് നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷനിൽ എഴുതേണ്ട ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത കി പങ്ക്തി ഹേ ആങ്കിർ ജബ് മേ ആസ്മാൻ മേ. ലാസ്റ്റ് ഞാൻ സ്കൈയിൽ ഉടി ദൂർ തക് പങ്ക് പസാർ. चिड़िया ने अंध इतनी दूर तक उड़ान क्यों भरी होगी. എന്തുകൊണ്ടായിരിക്കും പക്ഷി ലാസ്റ്റ് ഇത്രയും നന്നായി കുറേ ദൂരത്തേക്ക് പറന്നിട്ടുണ്ടാവുക? ക്യോങ്കി വോ ദുനിയ ദേഖ്നാ ചാഹത്തി ഥി. കാരണം ഓരോന്ന് കാണുമ്പോഴും അതിന് എക്സൈറ്റ്മെന്റ് കൂടി കൂടി പിന്നെയും ലോകം കൂടുതൽ കൂടുതൽ കാണണം എന്ന് അതിന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷി ഖുലെ ആകാശ് മേ ബഹുത് ദൂർ തക് ഉഡ്തേ ഹൈ. लंबी दूरी, हजारों पेड़ों और सैकड़ों घोंसलों के बीच पक्षी अपना घोंसला कैसे ढूंढते होंगे. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് പലതരം മരങ്ങളും കുറേ കൂടുകളും ഒക്കെ ചുറ്റിലുണ്ടാവുമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ അത് അതിൻ്റെ കൂട്ടിൽ തന്നെ എങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് തിരിച്ചു വരുന്നത്? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം നിങ്ങളുടെ ഇമാജിനേഷൻസ് എഴുതാം. ഒരു എക്സാമ്പിൾ, क्योंकि वे पेड़ों और रास्तों को पहचानते हैं. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് സ്കൂളിൽ പോയി തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തില്ലേ? എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ വീടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ഇത് എൻ്റെ വീടാണ് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയായിരിക്കും പക്ഷികൾക്ക്. അതിനും അതിൻ്റെ വഴിയും മറ്റ് ചെടികളെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷിയോ ने आकाश में उड़कर जाना कि संसार बहुत बड़ा है. പക്ഷികൾ ആകാശത്തിൽ പറന്ന് ഉയരത്തിൽ പറന്ന് നടന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി ഈ ലോകം വളരെ വലുതാണെന്ന്. ഹമാരെ പൂർവജോങ്കോ, നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ, നമ്മുടെ അച്ഛൻ്റെ അച്ഛനും അവരുടെ അച്ഛനും അവരുടെ അമ്മയും അങ്ങനെ കുറേ മുമ്പേ ഉള്ള നമ്മുടെ പൂർവികർ, നമ്മുടെ ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് യേ ബാത് കേസേ പതാ ചലി ഹോഗി, ഇതെങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക? പക്ഷികൾ ആകാശത്തിലേക്ക് പറന്നുപോയി, മനുഷ്യന്മാർ ആകാശത്തിലേക്ക് പറന്നു പോയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക? നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഉത്തരം എഴുതുക. ഒരു എക്സാമ്പിൾ, ഹമാരെ പൂർവജോക്കോ യേ ബാത് യാത്ര കർക്കെ. അവർ വളരെയധികം സഞ്ചരിക്കുമായിരുന്നു, ദൂരത്തേക്ക് യാത്രകൾ പോകുമായിരുന്നു. നെഹി ജഗഹോങ്കോ ദേക്കർ, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടിട്ട്. ഓർ അനുഭവസേ, അവരവരുടെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. लास्ट, जब आप कहीं बाहर जाते हैं तो घर के बड़े बूढ़े आपको कुछ निर्देश देकर भेजते हैं. നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ആൾക്കാർ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ അഡ്വൈസസ് ഒക്കെ തന്നിട്ടാണ് പുറത്തേക്ക് വിടുക. क्या पक्षियों के माता पिता भी उन्हें उड़ने के पूर्व कुछ निर्देश देते होंगे? പക്ഷികൾ പറക്കുന്നതിന് മുമ്പ് അവർക്കും ഇതുപോലെയുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവുമോ പക്ഷികളുടെ അമ്മയും അച്ഛനും ഒക്കെ? യദി ഹാ തോ, ഇനി അഥവാ ഉണ്ടെങ്കിൽ, തോ വോ നിർദ്ദേശ ക്യാ ക്യാ ഹോ സക്തേ ഹേ, അത് എന്തൊക്കെയായിരിക്കും പക്ഷിയുടെ അച്ഛനും അമ്മയും പക്ഷിയോട് പറക്കുന്നതിന് മുമ്പ് പറയാം? ചിലപ്പം ഇങ്ങനെയായിരിക്കും അല്ലേ, സാവധാൻ ഉടന, സ്ലോലി നോക്കി നോക്കി ശ്രദ്ധയോടെ പറക്കണം. രാസ്ത മത് ഭൂൽന, വഴി ഒരിക്കലും മറന്നു പോകരുത്. സമയ പർ വാപസ് ആന, കറക്റ്റ് സമയമാകുമ്പോൾ തിരിച്ചു വരണം. കിസിസെ ലഡായി മത് കർണ, ആരുമായിട്ടും ഫൈറ്റ് ഒന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷി പറയുക അല്ലേ. ഇനി ഇതല്ലാണ്ട് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചെഴുതുക. കവിതാമേ അണ്ടേ ജൈസാ ധാ ആകാർ കാ ഉല്ലേഖ് ഹേ, അതായത് അണ്ടേ ജൈസാ ധാ ആകാർ, എഗ്ഗിന്റെ ഷേപ്പിലായിരുന്നു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നീച്ചെ കുച്ച് ഓർ ചിത്ര ദിയേ ഗയേ ഹേ ജോ
अलग अलग आकृतियों के हैं. താഴെ കുറേ ഷേപ്സ് തന്നിട്ടുണ്ട്. उनके नाम लिखिए. അതിൻ്റെയൊക്കെ പേരുകൾ എഴുതാം. इस कार्य में आप अपने शिक्षक की सहायता भी ले सकते हैं. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷേപ്സിൻ്റെ പേര് അറിയോ? ഫസ്റ്റ് വൺ ഗോൾ, ബ്രാക്കറ്റിൽ സർക്കിൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇതൊരു സർക്കിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നെക്സ്റ്റ് വൺ വർഗ്, സ്ക്വയർ. നെക്സ്റ്റ് വൺ ഇസ് റെക്ടാംഗിൾ, ആയത്. നെക്സ്റ്റ് വൺ ട്രയാംഗിൾ, त्रिकोण. भाषा की बात. फिर मैं निकल गई शाखों पर हरी भरी दी जो सुकुमार. कविता के इस पंक्तियों में सुकुमार शब्द आया है. सुकुमार എന്നൊരു ശബ്ദം ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? यह सु और कुमार के मेल से बना है. ഇത് രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. സുകുമാർ. जिसका अर्थ है कोमल या कोमल अंगों वाला, सॉफ्ट आയിട്ടുള്ള बॉडी पार्ट्स ഒക്കെ ഉള്ള ഒരു ജീവി. आप भी इसी प्रकार कुछ नए शब्द बनाइए और उनके अर्थ खोजिए. ഇവിടെ കുമാർ, സുകുമാർ, കോമൽ അംഗോं വാല. അതുപോലെ സു ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. യോഗ്യ, ഇവിടെ യോഗ്യ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് സുയോഗ്യ. സുയോഗ്യ എന്ന് പറഞ്ഞാൽ യോഗ്യ വ്യക്തി, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല കഴിവുകളുള്ള ആള് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സുയശ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് സുയശ്. സുയശിൻ്റെ മീനിങ് ആണ് അച്ചി കീർത്തി, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അടുത്തത് സു ഡാഷ്, സുകർമ്മ. അപ്പം എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? കർമ്മ അല്ലേ? സുകർമ്മ എന്ന് പറഞ്ഞാൽ അച്ചേ കർമ്മ, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. കർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ, നല്ല ആക്ഷനാണ് സുകർമ്മ എന്ന് പറയുന്നത്. സു പ്ലസ് വാസ്, സുവാസ്. സുവാസ് മീൻ അച്ചി ഖുഷ്ബു, നല്ല സ്മെല്ല്, നല്ല വാസന അല്ലെങ്കിൽ നല്ല മണം, അതിനാണ് സുവാസ് എന്ന് പറയുന്നത്. ഇനി സു ഡാഷ്, സു പ്ലസ് ഡാഷ് സുദർശൻ. സു പ്ലസ് ദർശൻ സുദർശൻ, നല്ല ഭംഗിയുള്ള എന്നാണ്. സുന്ദർ, ദേഖ്നെ മേ ബഹുത് സുന്ദർ ഹൈ, അപ്പോൾ അതിന് കാണാൻ നല്ല ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം. नीचे दिए गए वाक्यों में कुछ रिक्त स्थान है और कुछ शब्द रेखांकित किए गए हैं. उन शब्दों से वाक्यों को पूरा कीजिए जो रेखांकित शब्दों के विपरीत अर्थ रखते हैं. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ കുറച്ച് വാക്കുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമുക്ക് ഈ ഗ്യാപ്പുകളിലൊക്കെ ഫിൽ ചെയ്യേണ്ടത്. അപ്പം അത് കണ്ടുപിടിച്ച് എഴുതാം. ഫസ്റ്റ് सूखा और डैश कचरा अलग अलग डिब्बे में डाले. सूखा എന്ന് പറഞ്ഞാൽ ഡ്രൈ, ഡ്രൈൻ്റെ ഓപ്പോസിറ്റ് ആണ് ഗീല. ഉണങ്ങിയതും വെറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വേസ്റ്റ് വേറെ വേറെ വേസ്റ്റ് ബിന്നിലിടണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് ദില്ലി മേരെ ഘർ സെ ഡാഷ് ഹേ ലേക്കിൻ ഗുവാഹട്ടി പാസ് മേ ഹേ. ഗുവാഹട്ടി എൻ്റെ വീടിൻ്റെ അടുത്താണ്, പക്ഷേ ദില്ലി മേരെ ഘർ സെ ദൂർ ഹേ. അൻവർ കബ് ഡാഷ് ഓർ കബ് ഗയാ പത്താ ഹി നഹീ ചലാ. അൻവർ എപ്പോ ആയാ, വന്നു, ഓർ കബ് ഗയാ, എപ്പോ തിരിച്ചു പോയി, അറിഞ്ഞതുപോലും ഇല്ല, പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി. कोई भी काम न तो बड़ा होता है और न ही छोटा होता है. അപ്പോൾ ഏത് ജോലി ആയാലും അത് ചെറുത് വലുത് എന്നൊന്നുമില്ല, ഓരോ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആയേ അബ് ഏക് റോചക് സംവാദ് പഠ്തേ ഹേ. ഇവിടെ ഒരു കോൺവെർസേഷൻ ആണ് വായിക്കാൻ പോകുന്നത്. രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇതിൽ ചില വാക്കുകൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സൽമ തുമേ കിത്നെ പൈസ ചാഹിയേ. ഒരാള് അടുത്ത ആളോട് ചോദിക്കുക, നിനക്ക് എത്ര പൈസ വേണം? കിത്നെ, എത്ര. ജിത്നെ പൈസ രാജുക്കോ മിലേ. എത്ര പൈസയാണോ രാജുവിന് കിട്ടിയത് അത്രയും പൈസയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കിത്നെ, ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അതുപോലെ ജിത്നെ എന്ന് പറഞ്ഞാൽ ആസ് മെനി ആസ് അല്ലെങ്കിൽ ആസ് മച്ച് ആസ് എന്നുള്ള മീനിങ് ആണ്. തുമേ ഉത്നെ നഹീ മിൽ സക്തേ. നിനക്ക് അത്രയ്ക്കൊന്നും കിട്ടില്ല. ദാറ്റ് മച്ച് അല്ലെങ്കിൽ ദാറ്റ് മെനി, നിനക്ക് അത്രയൊന്നും കിട്ടില്ല. തോ മുझे കിത്നെ പൈസ മിൽ സക്തേ ഹേ.
അപ്പോൾ എനിക്ക് എത്ര പൈസ കിട്ടും? केवल 50 रुपए. नहीं, मुझे राजू जितने ही रुपए चाहिए. ഇല്ല, 50 रुपये പോരാ. മുझे രാജു ജിത്നെ ഹി റുപേ ചാഹിയേ. രാജുവിന് എത്ര പൈസ കൊടുത്തോ അത്ര തന്നെ വേണം. ഇത്രേ പൈസ തോ ऐसे नहीं मिल सकते. ഇത്രയും പൈസ അങ്ങനെയൊന്നും കിട്ടില്ല. तो फिर कैसे मिल सकते हैं? അപ്പൊ ചോദിക്കുക, അപ്പൊ പിന്നെ എങ്ങനെയാ അത്രയും പൈസ കിട്ടുക? അപ്പൊ പിന്നെ എങ്ങനെയാണ് രാജുവിന്റെ അത്രയും പൈസ കിട്ടുക? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. इतना सा, उतना सा, जितना सा और कितना सा का वाक्यों में प्रयोग कीजिए और उनके अर्थ भी समझाइए. फिर आपको राजू जितने रुपए मिल जाएंगे. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരോ സെന്റൻസുകൾ ഉണ്ടാക്കണം. അതിന്റെ മീനിങ്ങും മനസ്സിലാക്കണം. अब नीचे दिए गए शब्दों से वाक्य बनाकर सलमा की सहायता कीजिए. അപ്പൊ സൽമയ്ക്ക് അത്രയും പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സൽമയെ സഹായിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഇത്നാസാ, मैंने इतना सा टुकड़ा खाया और पेट भर गया. ഞാൻ ഇത്രയും ചെറിയൊരു കഷ്ണമേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ എന്റെ വയറ് നിറഞ്ഞു പോയി. ഉത്നാസാ, तुम उतना सा काम कर लो जितना जरूरी है. നീ എത്ര ജോലിയാണോ വേണ്ടത്, എത്രയാണോ ആവശ്യം അത്രയും ജോലി ചെയ്താൽ മതി. जितना सा, मुझे जितना सा चाहिए था उतना सा मिल गया. എനിക്ക് എത്രയാണോ വേണ്ടിയിരുന്നത് അത്രയും കിട്ടി. कितना सा, तुमने कितना सा पानी पिया था. ചോദ്യമാണ്, നീ എത്രത്തോളം വെള്ളം കുടിച്ചു. ഇങ്ങനെ പല പല സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പാഠ് സേ ആഗെ. പക്ഷി ഭോജൻ കി ഖോജ് മേ ഘോസ്ലെ സെ ബാഹർ ഉഡ്തേ ഹെ. പക്ഷികൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് നെസ്റ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. യഹ് ജാൻനാ രോചക് ഹോഗാ കി കോൺ സാ പക്ഷി ക്യാ ഖാത്താ ഹെ. ഏതൊക്കെ പക്ഷി എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നീച്ചെ കുച്ച് പക്ഷിയോ കെ നാം ദിയേ ഗയേ ഹെ. താഴെ കുറച്ച് പക്ഷികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. പതാ കീജിയേ കി വേ ക്യാ ഖാത്തേ ഹെ. നിങ്ങൾ പക്ഷികളുടെ പേരുകൾ നോക്കി അവയൊക്കെ എന്താണ് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ്, ബാജ്. ബാജ് എന്ന് പറഞ്ഞ ഹോക്ക്. ഹോക്ക് എന്തൊക്കെയായിരിക്കും കഴിക്കുക? മാംസ്, മീറ്റ്, അല്ലെങ്കിൽ ചോട്ടെ പക്ഷി ഓർ ചൂഹെ. ചെറിയ റാറ്റ്സിനെയോ കുഞ്ഞു പക്ഷികളെയോ ഒക്കെ ആയിരിക്കും ബാജ് എന്ന പക്ഷി കഴിക്കുന്നത്. നെക്സ്റ്റ്, ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ സ്വാൻ. സ്വാൻ എന്തൊക്കെയാ കഴിക്കുക? ജൽ മേ ഉഗ്നെ വാലെ പോദെ ഓർ കീട്. അവിടെ വെള്ളത്തിൽ വളരുന്ന ചെറിയ ചെറിയ സസ്യങ്ങളും അതിലുള്ള ജീവികളെയും ഒക്കെയാണ് ഹംസ് കഴിക്കുക. ഇനി തോത്ത, പാരറ്റ്. പാരറ്റ് എന്തൊക്കെയാ കഴിക്കുക? ഫൽ, ബീജ് ഓർ ഹരി സബ്ജിയ. പഴങ്ങളും വിത്തുകളും പിന്നെ ഗ്രീൻ വെജിറ്റബിൾസും. നെക്സ്റ്റ്, ബഗുല, ക്രെയിൻ. ക്രെയിൻ മച്ഛലിയാം, ഫിഷസ് ഓർ ചോട്ടെ ജലീയ ജീവൻ. ചെറിയ ചെറിയ ഫിഷസിനെയും പിന്നെ വെള്ളത്തിലുണ്ടാവുന്ന മറ്റു ചെറിയ ചെറിയ ജീവികളെയുമാണ് ക്രെയിൻ കഴിക്കുന്നത്. ഇനി കബൂത്തർ. കബൂത്തർ എന്ന് പറഞ്ഞാൽ പീജിയൻ, ഡവ്. അപ്പൊ കബൂത്തർ കഴിക്കുന്നത് ദാനെ ഓർ ബീജ്, വിത്തുകളും ധാന്യങ്ങളും ഒക്കെയാണ്. ഉല്ലു, ഔൾ. ഔൾ എന്തൊക്കെയാണ് കഴിക്കുക? ചൂഹെ, എലി, ചോട്ടെ ജീവ്, ചെറിയ ചെറിയ ജീവികൾ, ഓർക്കീഡ് അല്ലാത്ത വേംസോ മറ്റു ജീവികളെയോ ഒക്കെയാണ് ഔള് കഴിക്കുക. ഇതല്ലാതെ ഈ പക്ഷികളൊക്കെ കൂടുതലായി എന്തൊക്കെ കഴിക്കും എന്നുള്ളത് നിങ്ങൾ എല്ലാവരോടും ചോദിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, नीचे दिए गए अक्षर जाल में पक्षियों के नाम खोजिए और उनके बारे में जानकारी एकत्रित कीजिए. ഇവിടെ ഈ ഒരു വേർഡ് പസിലിൽ കുറെ പക്ഷികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പക്ഷികളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരു പക്ഷിയുടെ പേര് തന്നിട്ടുണ്ട്, നീൽഖണ്ഡ്. ഇനിയും കുറെ പക്ഷികളുണ്ട്, കുറച്ചെണ്ണം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, മൈന,
കബൂത്തർ, ബുൾബുൾ, ബതക്. ഇനി ഇതേ പക്ഷികളുടെ ഒക്കെ പേര് ഇവിടെ താഴെ എഴുതുക. മൈന, ബതക്, കബൂത്തർ, ബുൾബുൾ. ഇനി ഏതെങ്കിലും പക്ഷി ഉണ്ടോ? ബാജ് ഉണ്ട് അല്ലേ? അപ്പൊ ബാജ് എന്ന് എഴുതി ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടുപിടിക്കണം. ജബ് ശിശു പക്ഷി चहचहाते हैं, जब शिशु पक्षी चहचहाते हैं तो एक मधुर ध्वनि सुनाई देती है. आइए हम भी शिशु पक्षियों की तरह चहचहाए. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. नेक्स्ट, नीचे पशु पक्षियों से संबंधित कुछ पहेलियां दी गई है. पहेलियों का ഉപയുക്ത ചിത്രവും സെ മിലാൻ കീജിയെ. ഓരോ പക്ഷികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അത് ഏത് പക്ഷിയെ പറ്റിയാണോ ആ പക്ഷിയുമായിട്ട് കണക്ട് ചെയ്യാം. ഫസ്റ്റ്, പങ്കോ മേ നാക്കുൻ ഹൂ രക്ത, ചിറകുകളിൽ നഖങ്ങൾ ഉണ്ടാകും. രാത് അന്തേരേ മേ ഹി ഉടുത്ത, രാത്രിയാകുമ്പോഴാണ് പുറത്തിറങ്ങുന്നത്. ദിൻമേ ന മേ ഭോജൻ പാവും, പകലൊന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല. ഉൾട്ടാ ഹോക്കർ കെ സോ ജാവും, ഉറങ്ങുന്ന സമയത്ത് തല തിരിഞ്ഞ് താഴേക്ക് തലകുത്തനെയാണ് ഉറങ്ങുന്നത്. ആരാണ്? ബാറ്റ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ്, പത്തോൻ ജേസ ഉസ്കാ രംഗ്, ഇലകളെ പോലെയാണ് അതിന്റെ കളറ്. കുതർ കുതർ ഗാനെ കാ ഡണ്ട്, നല്ല കടിച്ചു മുറിച്ച് കറും കറുന്ന് കഴിക്കും. ഘരോ മേ ബി പാലാ ജാത്ത, ചില വീടുകളിലൊക്കെ അതിനെ വളർത്താറുണ്ട്. നാം ബതാओ ഉസ്കാ ക്യാ താ, അതിന്റെ പേരെന്താണ്? തോത്ത, പാരറ്റ്. नीड नहीं वह कभी बनाती, बागों की रानी कहलाती. काला रंग है उसका भैया, सबके दिल को खूब बुलाती. ഇത് കറുപ്പ് നിറത്തിലുള്ള കാക്കയാണ്. दिन भर सूरज नहीं दिखाता, रात कुलांजे भरता. और समझता ऐसा जैसे सूरज ഉസ്സേ ഡർത്ത, പകലൊന്നും പുറത്തിറങ്ങാണ്ട് രാത്രി മാത്രം പുറത്തിറങ്ങുന്ന വേറൊരു പക്ഷിയാണ്. അത് ഔളാണ്. बोलिए फटाफट, नीचे कुछ रोचक और चुनौतीपूर्ण पहेलियां दी गई है, शीघ्रता से उनका उत्तर दीजिए. ഇവിടെ കുറച്ച് പഹേലിയാം, പസിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എഴുതാം. ഇത് ബുക്കിൽ തന്നിട്ടുണ്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഓൾറെഡി. അപ്പോ നമുക്കതൊന്ന് മനസ്സിലാക്കി നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് വൺ, പരിവാർ ഹര, ഫാമിലി ഗ്രീൻ ആണ്. ഹം ബി ഹരേ, ഞങ്ങളും ഗ്രീൻ ആണ്. ഏക് ഥൈലി മേ തീൻ ചാർ ഭരേ, ഒരു കയ്യില് നമുക്ക് കുറച്ച് 3-4 എണ്ണം എടുക്കാം. എന്താണ് ഞാൻ? അതിന് ആൻസർ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് മട്ടർ ആണ്. എന്താണ് മട്ടർ? മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഈ ഒരു സ്പേസിൽ എഴുതാം. നെക്സ്റ്റ്, ഏക് ലാഠി കി അജബ് കഹാനി ഉസ്കെ ഭീതർ മീഠാ പാനി, ഒരു വലിയ വടിയുടെ കഥയാണ്. അതിന്റെ ഉള്ളിൽ നല്ല മധുരമുള്ള ജ്യൂസ് ഉണ്ടാവും. ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഗന്ന. എന്താണ് ഗന്ന? അത് ഷുഗർ കെയിൻ ആണ്. നെക്സ്റ്റ്, ഏക് പക്ഷി ഏസാ ജിസ്കി ധൂം പർ പൈസ, ഒരു പക്ഷിയെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ചിറകുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. ആൻസർ മോർ ആണ്. മോർ എന്ന് പറഞ്ഞാൽ പീകോക്ക്. നെക്സ്റ്റ്, ലാൽ ഡിബിയ പീലെ ഖാനെ ഭീതർ രഖേ മോത്തി കെ ദാനെ, ആൻസർ തന്നിരിക്കുന്നത് അനാർ ആണ്. അനാർ. ജാതി ഹൂ മേ ഹർ ജഗ, ഞാൻ എല്ലായിടത്തും പോകും. പർ ഹിൽത്തി നഹി കിസി ബി തരഹ, ഞാൻ എല്ലായിടത്തും പോകുമെങ്കിലും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കലും അനങ്ങാറില്ല. അതെങ്ങനെയാണ് അനങ്ങാതെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്? ആൻസർ ആണ് സഡക്, അതായത് റോഡ്. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് ഇവിടെ കഴിയാണ്. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം. ക്ലാസ്സിൽ ടീച്ചറും ഡിസ്കസ് ചെയ്യും. എക്സസൈസ് എല്ലായ്പ്പോഴും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയ എക്സസൈസ് ആണ്, കുറേ ടൈം എടുക്കുന്ന പ്രോസസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.